നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മമ്മൂട്ടിക്ക് പരിക്ക്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, വിനയ് ഫോർട്ട് എന്ന് പറഞ്ഞ നടനാണ്. അതായത് മമ്മൂട്ടിയുടെ ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100-ൽ പരം ദിവസമായി അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ സമീപകാലത്ത് മമ്മൂട്ടിയുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസ് ഉള്ള സിനിമകളാണെന്നാണ് പറഞ്ഞത്. വിനയ് ഫോർട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ കാണാൻ ടെർബോ ലൊക്കേഷൻ ചെന്നു. ടെർബോ ലൊക്കേഷൻ ചെന്നതിന് ശേഷമുള്ള നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി പറയാം. ഏതോ ഒരു ഫൈറ്റർ എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ട് മമ്മൂക്കയുടെ മേത്ത് വന്ന് ഇടിക്കുകയും മമ്മൂക്ക പതുക്കെ ഒന്ന് മതിലിൽ പോയി ചാരുകയും മമ്മൂക്കയുടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വരികയൊക്കെ ഉണ്ടായി. എന്നിട്ട് മമ്മൂക്ക പറഞ്ഞത് ഇപ്പൊ പറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. 25 ദിവസമായിട്ട് ഫൈറ്റ് അടങ്ങുന്ന അവിടെ. അതായത് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് മമ്മൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 25 ദിവസത്തോളമായി 25 ദിവസമായിട്ട് ആക്ഷൻ സീക്വൻസ് എടുത്തിട്ട് എനിക്ക് ആ കൊറിയോഗ്രാഫറിന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ പാടുകൾ എന്ന് പറഞ്ഞാൽ ഇത് ആക്ഷൻ സീക്വൻസിൽ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കണം. 73-ാമത്തെ വയസ്സിലും 25 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ സീക്വൻസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ചെറിയ പെരുക്കോ വലിയ പെരുക്കോ നമ്മൾ ഈ 73-ാമത്തെ വയസ്സിലൊക്കെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല, അടുത്ത ദിവസം വീണ്ടും ഇത് തന്നെ പോകുന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിക്ക് പരിക്കേറ്റു, അത് വലിയൊരു പരിക്കല്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ, അതായത് 25 ദിവസം ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ സിനിമ വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം കഠിനമായിട്ടായിരിക്കുന്നു ഓരോ ദിവസവും സിനിമയ്ക്ക് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കുന്ന പോലെയാണ്. വിനയ് ഫോർട്ട് പറഞ്ഞ മറ്റൊരു കാര്യം, ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ചെല്ലുകയും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം മമ്മൂക്ക എന്ന് കലാഭവൻ ഷാജോൺ അതിൻ്റെ ഡയറക്ടർ വിനയ് ഫോർട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത് കണ്ട മുന്നോട്ട് പറഞ്ഞു, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസ് എടുക്കുക, എനിക്ക് കാണാൻ പറ്റുന്ന സമയത്ത് കാണാം. അന്നേരം ഇവർ വിചാരിച്ചു, ആക്ഷൻ സീക്വൻസുകളുടെ ഇത് എപ്പോഴെങ്കിലും കാണുമായിരിക്കാം, 1-2 ആഴ്ച ശേഷം അതിനെ അറിയാം. അന്നേരം തൊട്ടടുത്ത ദിവസം ഇതിൻ്റെ പ്രൊമോഷൻ, ആട്ട സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇവർ ദുബായിൽ പോകാനിരിക്കുകയാണ്. ഇവർ പോയ അന്ന് രാത്രി ഈ ലേറ്റ് നൈറ്റിലായിരിക്കും ഇദ്ദേഹം ഷൂട്ടിങ് കഴിഞ്ഞ് ചെന്നത്. അത് ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞ് ചെന്നിട്ട് അന്ന് രാത്രി തന്നെ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ രാവിലെ വിളിച്ച് തന്നെ പറഞ്ഞു ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞു. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഡെഡിക്കേഷൻ അറ്റ് ദി പീക്ക്, ഒരു രക്ഷയില്ലാത്ത ഡെഡിക്കേഷൻ. കാരണം വിനയ് ഫോർട്ട് തന്നെ ആ ഇൻ്റർവ്യൂ പറഞ്ഞത്, അങ്ങനെ അന്ന് രാത്രി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട ആവശ്യമില്ല, എന്നിട്ട് ആ സിനിമ നല്ലതാണെന്ന് ഗംഭീരമാണെന്ന് പറയുകയും ചെയ്തു. അന്നേരം അവർ ആ പ്രസ് മീറ്റിൽ അവർക്കെല്ലാം കിട്ടിയൊരു എനർജിയാണെന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ ആ വാക്ക്. ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഏത് ജോലിയിലും 100% ഡെഡിക്കേഷനും സിൻസിയറും ആയിട്ട് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. സെലക്ട് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്കിത് മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പാളിച്ച. ബാക്കിയുള്ളതിലൊക്കെ അറ്റ്മോസ്ഫിയറാണ്. മോഹൻലാൽ ആക്ഷൻ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസിൽ മോഹൻലാൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പുലിമുരുകനെ ബാക്കിയുള്ള സിനിമ ഏത് സിനിമ എടുത്താലും അതിശയിപ്പിക്കുന്ന ആക്ഷൻ സീക്വൻസാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ, മമ്മൂട്ടിയുടെ സെലക്ട് ചെയ്യുന്നതും എല്ലാം ഗംഭീരമായി വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അന്നേരം എല്ലാവിധമായ ആയുസ്സും ആരോഗ്യം അദ്ദേഹത്തിന് നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എല്ലാത്തിനും പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഉയർച്ചകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഉയർച്ചകൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ചുമ്മാ പറയുന്ന ഒരു വാക്കായി പോകും. എന്നാൽ പോലും ഗംഭീര സിനിമകൾ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിൻ്റെ കാണാൻ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊതിയായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ സിനിമകളും ഇറങ്ങാൻ. നമ്മുടെ ടെർബോ സിനിമ ഗംഭീര അടിയോടടി പടമാണെന്നാണ് പറയുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നു. ഫാൻസ് അല്ല, സാധാരണ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. നല്ല സിനിമയായിട്ട് മെയ്യിൽ റിലീസ് എന്ന് പറയുന്നു, മെയ് 15-ാം തീയതി അല്ലെങ്കിൽ മെയ് 2nd വീക്ക് റിലീസ് എന്ന് പറയുന്ന സിനിമ. അതായത് നല്ല സിനിമയാകട്ടെ, ആശംസിക്കാം. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ബൈ.